ഇന്ന് രായിരനെല്ലൂർ മലകയറ്റം. പാലക്കാട് ജില്ലയുടെ പശ്ചിമ ഭാഗത്ത് ഭാരതപ്പുഴയുടെ കരയിൽ വിളയൂർ, തിരുവേഗപ്പുറ എന്നീ ഗ്രാമങ്ങൾക്കിടയിലാണ് രായിരനെല്ലൂർ മല. പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിക്ക് സമീപമുള്ള രായിരനെല്ലൂർ മല ഐതിഹ്യങ്ങളും ചരിത്രവും ഇഴപിരിഞ്ഞു കിടക്കുന്ന പുണ്യഭൂമി. കേരളത്തിന്റെ ഐതിഹ്യങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് പറയിൽപ്പെട്ട പന്തിരുകൂലവും അതിൽ നാറാണത്ത് ഭ്രാന്തൻ എന്ന ഇതിഹാസ കഥാപാത്രവും. വിക്രമാദിത്യ മഹാരാജാവിന്റെ കൊട്ടാരത്തിലെ ജ്യോതിഷിയായ ഭരരുചിയുടെ 12 മക്കളിൽ ഒരാളായിരുന്നു നാറാണത്ത് ഭ്രാന്തൻ. എല്ലാ ദിവസവും നാറാണത്ത് ഭ്രാന്തൻ ഈ കുന്നിൻ മുകളിലേക്ക് വലിയ പാറകൾ ഉരുട്ടിക്കയറ്റുകയും മറുവശത്തേക്ക് തള്ളിയിടുകയും പിന്നീട് സന്തോഷത്തോടെ കൈകൊട്ടുകയും ചെയ്യുമായിരുന്നു. ഇത് നാറാണത്ത് ഭ്രാന്തൻ എല്ലാ ദിവസവും ചെയ്യുന്ന കാര്യമായിരുന്നു. ഒരു ദിവസം ദുർഗാദേവി അദ്ദേഹത്തിന്റെ മുൻപിൽ പ്രത്യക്ഷപ്പെടുകയും നാറാണത്ത് ഭ്രാന്തനെ അനുഗ്രഹിക്കുകയും ചെയ്തു എന്നാണ് ഐതിഹ്യം. മലയാള മാസം തുലാം 1-ാം തീയതിയാണ് ഈ സംഭവം നടന്നതെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഇതിന്റെ ഭാഗമായിട്ടാണ് എല്ലാ വർഷവും തുലാം 1-ാം തീയതി ഭക്തജനങ്ങൾ രായിരനെല്ലൂർ മല കയറുകയും ദേവീക്ഷേത്രത്തിലും നാറാണത്ത് ഭ്രാന്തന്റെ പ്രതിമയ്ക്ക് മുൻപിൽ ആരാധന നടത്തുകയും ചെയ്യുന്നത്. നാറാണത്ത് ഭ്രാന്തൻ പൂജിച്ച മലമുകളിലെ ദുർഗാദേവിയുടെ കാൽപാദം പതിഞ്ഞ സ്ഥലത്ത് ആമയൂർ മന നാറാണത്ത് മംഗളത്തുകാർ നിർമ്മിച്ചതാണ് ഇന്നു കാണുന്ന ദേവീക്ഷേത്രം. മലയ്ക്ക് താഴെ രായിരനെല്ലൂരിൽ നിന്ന് 1.5 കിലോമീറ്റർ പടിഞ്ഞാറ് കൈപ്പുറത്ത് നാറാണത്ത് ഭ്രാന്തൻ തപസ് ചെയ്ത് ഒരിക്കൽ കൂടി ദുർഗാദേവിയെ പ്രത്യക്ഷപ്പെടുത്തിയെന്ന് കരുതപ്പെടുന്നു. ഭ്രാന്തൻ കല്ലും കാഞ്ഞിരമരവും അതിലുള്ള ഇരുമ്പു ചെങ്ങലയും ദുർഗാദേവി ക്ഷേത്രവും ഈ ദിനത്തിൽ ഭക്തർ സന്ദർശിക്കും. ഇന്നലകൾ ഇന്ന് പവേർഡ് ബൈ ഹോട്ടൽ ചിത്ര, പ്യുവർ വെജിറ്റേറിയൻ, മാർത്താണ്ഡം, കന്യാകുമാരി, നാഗർകോവിൽ.